വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. അരൂർ കനകക്കുന്ന് ക്ഷേത്രത്തിൽ ഉത്സവം കൊടിയേറി, ധ്വജപ്രതിഷ്ഠകൾ നടത്തി. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. അരൂർ കനകക്കുന്ന് ക്ഷേത്രത്തിൽ ധ്വജപ്രതിഷ്ഠയും തിരുവുത്സവവും സമാരംഭിച്ചു. ഏപ്രിൽ 6-ന് ആറാട്ട്. അരൂർ കനകക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ധ്വജപ്രതിഷ്ഠകളോടൊപ്പം ഈ വർഷത്തെ തിരുവുത്സവത്തിന് ഭക്തിനിർഭരമായ തുടക്കമായി. തുല്യ പ്രാധാന്യമുള്ള 2 പ്രതിഷ്ഠകളും 2 കൊടിമരങ്ങളുമുള്ള അരൂരിലെ ഏകക്ഷേത്രമെന്ന പ്രത്യേകതയും കനകക്കുന്ന് ക്ഷേത്രത്തിനുണ്ട്. ഇന്ന് രാവിലെ 8:30 നടന്ന ധ്വജപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ശേഷം വൈകിട്ട് 7 മണിയോടെ ബ്രഹ്മശ്രീ നീണ്ടൂർമന നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടന്നു. ക്ഷേത്ര മേൽശാന്തി വിനോദ് തിരുമേനി, നീണ്ടൂർ മന അപ്പ് തിരുമേനി, നീണ്ടൂർ മന കണ്ണൻ തിരുമേനി എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. പ്രധാന ഉത്സവ പരിപാടികൾ. ഉത്സവത്തോടനുബന്ധിച്ച് സർപ്പബലി, സിനിമാറ്റിക് ഡാൻസ്, നാട്ടുതാലപ്പൊലികൾ, കരോക്കെ ഗാനമേള, ഭക്തിഗാനമേള, കാഴ്ച ശ്രീബലി, വീരനാട്യം എന്നിവ അരങ്ങേറും. ഏപ്രിൽ 4 പ്രസിദ്ധമായ കാവടി ഘോഷയാത്ര. ഏപ്രിൽ 5 ഞായർ മഹോത്സവ ദിനത്തിൽ പകൽപൂരത്തിന് തിരുവിഴ ഷാജിയാൻ പാർട്ടിയുടെ നാദസ്വരവും വേളൂർവട്ടം മുരളിമാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും നടക്കും. തുടർന്ന് തിരുവല്ല രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ 51 കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചാരിമേളവും ഉത്സവത്തിന് മിഴിവേകും. ആറാട്ട് ദിനം ഏപ്രിൽ 6. സമാപന ദിവസമായ തിങ്കളാഴ്ച രാവിലെ കനകക്കുന്ന് ശ്രീദുർഗാദേവിക്ക് സമർപ്പിക്കുന്ന പൊങ്കാല നടക്കും. വൈകിട്ട് 7 മണിയോടെ ആറാട്ട് നടക്കും. തുടർന്ന് കോഴിക്കോട് പ്രശാന്ത് വർമ്മ അവതരിപ്പിക്കുന്ന ഭക്തിഗാനമേള മാനസ ജപലഹരിയോടെ ഉത്സവ പരിപാടികൾ സമാപിക്കും. ക്ഷേത്രം പ്രസിഡന്റ് PB അനൂപ്, ദേവസ്വം സെക്രട്ടറി MP ദിലീപ് കുമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സർവമംഗളദായികേ ദുർഗാദേവി നമോസ്തുതേ, സർവദുഃഖ നിവാരക സുബ്രഹ്മണ്യ നമോസ്തുതേ. കതിരവൻ പോലുള്ള ശ്രീ സുബ്രഹ്മണ്യ ഞങ്ങൾ നമിച്ചിടുന്നേ. കനകക്കുന്നിലമ്മേ അഴകോടെ വാഴുന്ന ശ്രീ ദുർഗാദേവി ഞങ്ങൾ വണങ്ങി